നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 200 കോടിയാണ്. ഇന്നത്തെ ഷോകൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 200 കോടി കളക്ഷൻ എത്തിയിരിക്കുകയാണ് ലോക. ഇത് ട്രാക്കേഴ്സ് പറയുന്നതാണ്. തൊട്ടടുത്ത ദിവസം ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വരും. കാരണം ഇന്നലെ ഈ സിനിമ 188 മുതൽ 190 കോടി വരെ ഞായറാഴ്ച വൈകുന്നേരത്തെ രാത്രിത്തെ കളക്ഷൻ കൊണ്ട്, അതായത് ഞായറാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ 188 മുതൽ 190 കോടി വരെ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് 100% ഉറപ്പാണ്. ഇന്ന് മൊത്തത്തിൽ വേൾഡ് വൈഡ് വരുമ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് 200 കോടി ലോകം എത്തി. ഏകദേശം 12 ദിവസം കൊണ്ട് 200 കോടി ചിത്രം, അതും ഒരു ഫീമെയിൽ ലീഡ് ക്യാരക്ടർ. ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഫീമെയിൽ ലീഡ് ക്യാരക്ടർ, അതായത് കല്യാണി പ്രിയദർശൻ നായിക ഒരു പടമാണ് 200 കോടി തൂക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ. അന്നേരം കണ്ടന്റ് ആണ് കിങ്, അല്ലേ? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അല്ലാതെ ഒരു താരമോ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നുമല്ല. താരങ്ങൾക്കൊക്കെ ഇനീഷ്യൽ കളക്ഷനൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ അവർക്ക് പരാജയമുണ്ട്, വിജയങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ കല്യാണി പോലൊരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടൊരു സിനിമ 200 കോടിയുടെ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു റെക്കോർഡ് ഇല്ല. സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് റെക്കോർഡാണ് ഒരു നായിക, ഒരു ഫീമെയിൽ ലീഡ് 200 കോടി നേടുന്നത്. പിന്നെ എനിക്ക് അതിനെക്കാട്ടി വലിയ പ്രത്യേകത തോന്നിയത് ഇങ്ങനെ ഡയറക്ടർ ഡൊമിനിക് അരുൺ. ഈ ഡൊമിനിക് അരുണിന്റെ ആദ്യ ചിത്രം തരംഗം വമ്പൻ പരാജയമായിരുന്നു. ആദ്യ ചിത്രം പരാജയമായിട്ട് രണ്ടാമത്തെ ചിത്രം മഹാവിജയമാണ്. അത് റെക്കോർഡുകൾ തൂക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു മോട്ടിവേഷനാണ് ഡൊമിനിക് അരുൺ. ഒരു രക്ഷയില്ലാത്ത വിഷൻ, ടെക്നിക്കൽ ക്രൂ, അഭിനയം ഒന്നും പറയണ്ട. കാരണം ഇതിനകത്ത് വേറൊരു പ്രത്യേകത, എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യത നേടിയ ചിത്രം. അതാണ് ലോകയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഫാൻസ്, മമ്മൂട്ടി ഫാൻസ് ഒന്നോ മോഹൻലാൽ ഫാൻസ് ഒന്നോ ഇന്ന ഫാൻസ് ഒന്നുമില്ല. എല്ലാവരും, മലയാളികളല്ല, ഇന്ത്യക്കാർ മൊത്തം ഏറ്റെടുത്ത ചിത്രം. ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികളും വിദേശികളൊക്കെ പടം കണ്ടു കാണുമായിരിക്കും. എന്നാലും എല്ലാവരും ഒരേ സ്വരത്തിൽ ഗംഭീര ചിത്രം എന്ന് പറയുന്ന ഒരു ചിത്രമായിട്ട് മാറി. അന്നേരം അഭിമാനപൂർവ്വം നമുക്ക് മലയാളികൾക്ക് ലോക 200 കോടി ക്ലബിൽ കയറി എന്നുള്ളത് അഭിമാനപൂർവ്വം നമുക്ക് എവിടെ എടുത്ത് വെക്കാൻ പറ്റും, ഒരു ബോക്സ് ഓഫീസിന്റെ ചരിത്രത്തിൽ എടുത്തു വെക്കാൻ പറ്റും. ഇതെല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ചിത്രമാണ് എന്നുള്ളത്. ഞാനൊക്കെ 2 വട്ടം കണ്ടു. ഒരു വട്ടം കണ്ടാൽ നമുക്ക് മടുപ്പുണ്ടാകുന്നില്ല. കാരണം അതിൻ്റെ എല്ലാ വശങ്ങളും അതിഗംഭീരമാണ്. പിന്നെ ഒരുപാട് ഹിഡൻ സാധനങ്ങൾ, ഡീറ്റെയിൽസും എല്ലാം അതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ശരിക്കും 1, 2, 3 വട്ടം കാണുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ചാപ്റ്റർ 2 അടുത്ത വർഷം ആദ്യം തന്നെ ഷൂട്ടിങ് തുടങ്ങുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ഗംഭീര സ്വീകാര്യതയായിരിക്കും. ടോവിനോയാണ് നായകൻ, ദുൽഖർ അതിനകത്തുണ്ട്. നല്ലൊരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ വരും. മൂത്തോനായി മമ്മൂട്ടിയുടെ എത്തുമ്പോഴത്തേന് 2 ഞെരിപ്പിക്കും എന്നുള്ളത് സംശയം വേണ്ട. എന്തായാലും എല്ലാ ക്രെഡിറ്റ്സും അതിൻ്റെ ടെക്നിക്കൽ ക്രൂവിനും ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ. ഇങ്ങനൊരു പടം 30 കോടി മുടക്കി 300 കോടിയിലേക്ക് കളക്ഷനിലേക്കും 300 കോടിയുടെ പൊലിമയും തോന്നിപ്പിച്ച് ഇവരെ ഒരു ചെറുപ്പക്കാർ ടീമിനെ എല്ലാവരെയും വിശ്വസിച്ച് ഏൽപ്പിച്ച ദുൽഖറിനും വലിയൊരു കൈഡിയുണ്ട്. അന്നേരം എല്ലാവർക്കും ഒരേപോലെ മലയാളത്തിന് അഭിമാനിക്കാവുന്ന ചിത്രമായി മാറി ലോക.